ഇച്ചിരി കൃഷി ചെയ്യാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വിത്ത് നടാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മണ്ണ് കുഞ്ഞു കുഞ്ഞു കവറുകളിൽ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ചിരട്ടയിൽ 2 ചിരട്ടയിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അതാ കുഞ്ഞ് നമ്മൾ സാധാരണയൊക്കെ ഉപയോഗിക്കുന്ന കവറുകളിലും മണ്ണ് ഒന്ന് പാൽ കവറിലാണ് ഞാൻ അത് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതാ കണ്ടോ, പാൽ കവറിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഒന്ന് നിറച്ചെടുക്കാം. ഞാനിങ്ങനെ ഇതാ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഇവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ വിത്തുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് പാവൽ വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നടണം. വെണ്ട വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇതും ഒന്ന് നടാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് തക്കാളിയുടെ വിത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്ന് പാകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞ് ചിരട്ടകളിലും കുഞ്ഞ് കവറുകളിലുമൊക്കെ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഒന്ന് പാകി പൊടിച്ചതിന് ശേഷം ഇളക്കി ഗ്രോ ബാഗിലോട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒന്ന് വെണ്ട നട്ട് വയ്ക്കാം. ഞാനൊന്ന് കാണിച്ചു തരാം. വെണ്ട വിത്ത് എങ്ങനെയാണ് നടുന്നത് എന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിലൊക്കെ അല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. മണ്ണിൽ ചെറിയ ഒരു നനവിന് വേണ്ടിയിട്ട് ഇച്ചിരി നനവുള്ള മണ്ണാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും കുടയണ്ട. ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം, ചെറിയ ഒരു നനവിന് വേണ്ടിയിട്ട്. ഇതാ കണ്ടോ, വെള്ളം കുടഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം പാവലൊന്ന് നടാം. അതിനൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. ഇതാ 8 വിത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നടാം. നടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഈ ഭാഗം വേണം മണ്ണിന് മുകളിൽ നിൽക്കാൻ കണക്കാക്കി ഇങ്ങനെ കുഴിച്ച് വയ്ക്കണം. ഇതാ കണ്ടോ, ഇതുപോലെ കുഴിച്ച് വയ്ക്കണം. ഒരു ചിരട്ടയിൽ തന്നെ 3-4 എണ്ണം നമുക്ക് നടാൻ പറ്റും. ഇത് പൊടിച്ച് കഴിയുമ്പോൾ ഇളക്കി മാറ്റി ഗ്രോ ബാഗിലോട്ട് മാറ്റി വയ്ക്കാം. 4 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരല്പം മണ്ണിടാം. അതിൻ്റെ കിളിർപ്പ് വരുമ്പോൾ അത് മുകളിലോട്ട് വന്നോളും. ഇതാണ്ടോ, താഴ്ത്തി വയ്ക്കാം. അതുപോലെ ഇനി 4 എണ്ണം ഉണ്ട്. അതും ഒരു കവറിലോട്ട് കുഴിച്ച് വയ്ക്കാം. ഇതാണ്ടോ, അങ്ങനെ പാവൽ വിത്തെല്ലാം നട്ട് കഴിഞ്ഞു. ഇതും ഒരല്പം മണ്ണ് ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ടിടാം. കിളിർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൊടിപ്പ്, അതായത് കിളിർപ്പ് മുകളിൽ വന്നോളും. അന്ന് ഒരു 2-3 ഇല വീഴുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റി ഗ്രോ ബാഗിലോട്ട് നടാം. കണ്ടോ, അങ്ങനെ പാവൽ വിത്ത് നട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് വെണ്ട വിത്ത് നടാം. ഇതാ വെണ്ട വിത്തും ഞാൻ തട്ടി വെച്ചിട്ടുണ്ട്. കാണാമല്ലോ, ഈ വെളുത്ത ആ പൊടിപ്പ് പോലെ വരുന്ന ഭാഗം വേണം മുകളിൽ നടാനായിട്ട്. ഈ ഭാഗം വേണം മുകളിൽ മണ്ണിൽ കുഴിച്ച് വയ്ക്കാനായിട്ട്. ഇങ്ങനെ കുഴിച്ച് വയ്ക്കണം. അതുപോലെ എല്ലാ വെണ്ട വിത്തും കുഴിച്ച് വയ്ക്കാം. ഒരു കവറിൽ തന്നെ 5 വിത്തൊക്കെ നമുക്ക് കുഴിച്ചിടാം. അങ്ങനെ ഈ കവറിൽ 7 വിത്ത് കുഴിച്ചിട്ടു. ബാക്കി ഇനി ഇത്രയേ ഉള്ളൂ. അടുത്ത കവറിലാക്കാം. ഇതാ കണ്ടോ വിത്തിരിക്കുന്നത്. ഒരല്പം മണ്ണ് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിൻ്റെ അടിയിലാവും. ഒരു 5 ദിവസം വേണം. വെണ്ട വിത്ത് പൊടിക്കാനായിട്ട് 5 ദിവസം വേണം. ഇതെല്ലാം പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വേറെ ഗ്രോ ബാഗിലോട്ട് മാറ്റാം. ഒരു 2 ഇല വിട്ട് കഴിയുമ്പോൾ നമുക്ക് വേറെ ഗ്രോ ബാഗിലോട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ വെണ്ടയായിട്ടുണ്ട്, പടവല വിത്തും നട്ടിട്ടുണ്ട്. ഇനി തക്കാളി വിത്ത് മാത്രമേ ഉള്ളൂ. അതൊന്ന് പാകിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ നട്ടതെല്ലാം പ്രത്യേക ഒരു സ്ഥലത്തോട്ട് വയ്ക്കുവാണ്. ഞാനത് കാണിച്ചു തരാം. നട്ടതെല്ലാം ഞാൻ ഒരു പഴയ ചരുവത്തിനകത്ത് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ മഴ എങ്ങാനും പെയ്യുവാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ ഈ ചരുവത്തിലായി പുറത്ത് വെച്ചിരുന്നാൽ ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോൾ എല്ലാം പൊടിച്ച് കിളിർത്ത് വരും. അപ്പോൾ ചരുവത്തിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ചിരട്ടയിലൊക്കെ വെള്ളം നിറയും. ഒരു ചരുവത്തിലാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഞാൻ ഈ ചരുവത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചിരട്ട കൂടെ വയ്ക്കാനുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അടുത്ത് തക്കാളി വിത്തും കൂടെ ഞാനൊന്ന് നട്ടെടുക്കട്ടെ. അത് ഒന്ന് പാകിയാൽ മതി. ഒന്ന് പാകട്ടെ. തക്കാളി വിത്ത് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇതാണ്ടോ, ഇത് തന്നെ ഒരുപാടുണ്ട്. 10-25 തൈയോളം പൊടിച്ച് വരും. അപ്പോൾ അത് ഒന്ന് ഈ ചിരട്ടയിലോട്ട് ഒന്ന് പാകാം. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിട്ടിട്ട് കുറേശ്ശെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. അത് എല്ലാ
മണ്ണിൽ വീണോളും. കണ്ടോ, എന്നിട്ട് ഈ മണ്ണൊന്ന് ഇളക്കിയിടാം, ഇതിൻ്റെ മീതെ ഒന്നിടാം, ഇത് പൊടിച്ച് വന്നോളും. മറ്റേ വെണ്ടയൊക്കെ നട്ടതുപോലെ തന്നെയാണ്, ഇതൊന്ന് ഒരല്പം മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം പൊടിച്ച് വന്നോളും. പൊടിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്രോ ബാഗിലോട്ട് ഇതും അതുപോലെ തന്നെ എല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ്ടോ. ഇന്ന് വെള്ളമൊന്നും തളിക്കേണ്ട ആവശ്യമില്ല, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് മണ്ണിൽ, അതുകൊണ്ടൊന്നും തളിക്കേണ്ട. നാളെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിത്തൊന്നും പുറത്ത് വരാതെ രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം. അപ്പോൾ തക്കാളി വിത്തും നട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കറിവേപ്പില കൂടെ ഞാൻ മാറ്റി നടാൻ പോവുകയാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഈ ചിരട്ടയും ഈ കവറുകളെല്ലാം ഞാൻ ഈ ചരുവത്തിനകത്താക്കിയിട്ടുണ്ട്. ഇതൊന്ന് പുറത്ത് വയ്ക്കാം. ഇനി അടുത്ത് കറിവേപ്പില ഒന്ന് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കറിവേപ്പിലയുടെ തണ്ട്, വെറുതെ ഒരു കമ്പ് നട്ടതാണ്. ഇതാ കണ്ടോ, പൊടിച്ചു നിൽക്കുന്നത് കണ്ടോ, നല്ല വണ്ണം കിളിർപ്പ് വന്നിട്ടുണ്ട്. 2 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട്, 3 എണ്ണം നട്ടിട്ടുണ്ട്, ഒന്ന് ഇപ്പോൾ നട്ടതേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ കിളിർപ്പ് വന്നില്ല. ഇതാ കണ്ടോ, ഇതിൻ്റെ കിളിർപ്പ് വന്നിട്ടുണ്ട്. ഇതും നല്ല വണ്ണം കിളിർത്ത് ഇലയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനെ ഒന്ന് ഇളക്കി നടാൻ പോവുകയാണ്. ഇത് വെറുതെ കമ്പ്, നമ്മൾ വെറുതെ കറിവേപ്പില വാങ്ങുമ്പോൾ അതിൻ്റെ വെറും തണ്ട് നട്ടതാണ്. ഇതാ കണ്ടോ, കിളിർത്ത് വന്നിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഇളക്കി ഇന്ന് ഒരു ഗ്രോ ബാഗിലിട്ട് മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിതൊന്ന് ഇളക്കി കാണിച്ചു തരാവേ. അതിൽ നിന്ന് പൊഴുതെടുത്തിട്ടുണ്ട്. അത് ഞാൻ പുതിന ഇല നട്ടിരുന്ന ഇതാണ്, ചെടിച്ചട്ടിയാണ്. ചട്ടിയിൽ നിന്ന് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞ് വേരുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്രോ ബാഗിലോട്ട് ഞാനൊന്ന് നടാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു തരാവേ, ഗ്രോ ബാഗിൽ നട്ടിട്ട്. ഇതാണ്ടോ, ആ കറിവേപ്പില ഞാൻ ഒന്ന് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഇച്ചിരി വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം പൊടിച്ച് വന്നോളും. ഇതാണ്ടോ, കറിവേപ്പില നമുക്ക് തണ്ട് വേണമെങ്കിലും നട്ട് കറിവേപ്പിലയുടെ തൈയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് ഇതിലൊന്ന് മാറ്റി നട്ടിട്ടുണ്ട്. ഇനി എന്നും വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, കറിവേപ്പില നല്ലതായിട്ട് പൊടിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം പൊടിച്ചതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം നല്ലവണ്ണം പൊടിച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുപോലെ ഇളക്കി ഗ്രോ ബാഗിൽ മാറ്റുന്ന വീഡിയോ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ബൈ. അത് മാത്രമല്ല, പുതിനയും ഞാൻ നട്ടിട്ടുണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ഈ പുതിനയുടെ കൂടെ തന്നെ 1-2 ചീര വിത്തുകൾ പൊടിച്ച് വരുന്നുണ്ട്. അത് 2-3 ഇല വിടുമ്പോൾ ഞാൻ അതിനെ ഇളക്കി മാറ്റി നടും. നമ്മളൊരു 4-5 ചീരത്തൈ നമുക്ക് കിട്ടുവാണെങ്കിലും 1-2 ദിവസത്തേക്കൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ വിഷമടിച്ച പുതിനയില ഒന്നും വാങ്ങണ്ട. നമ്മൾ സാധാരണ പുതിന വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു കുഞ്ഞ് തണ്ട്, ഇതുപോലെ ഒരു തണ്ടെടുത്ത് നട്ടാൽ മതി, അത് നിറച്ച് പൊടിച്ചോളും. ഇതാണ്ടോ, എനിക്ക് ആവശ്യത്തിനുള്ള പുതിനയിലെല്ലാം ഞാൻ ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മല്ലിയും. ഇനി ഞാൻ ഒരു മുരിങ്ങയുടെ കറിവേപ്പിലയുടെ ഒരു തണ്ട് കൂടെ നട്ടിട്ടുണ്ട്. അതിൻ്റെ കിളിർപ്പ് വന്നതിന് ശേഷം ഇളക്കി മാറ്റി നടാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ചെറുതായിട്ടൊരു ചട്ടിയിലോ ഒരു കുഞ്ഞ് പാത്രത്തിലോ കുഞ്ഞ് കവറോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ തൈകൾ വച്ച് പിടിപ്പിച്ച് അത് കിളിർത്തതിന് ശേഷം നമ്മളൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ സാധാരണ തറയിലോ ഒന്ന് നട്ടാലോ നമുക്ക് ചീരയും ഇതുപോലുള്ള വിഷാംശം കലരാത്ത പച്ചക്കറികൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൃഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ജോലിയൊന്നുമില്ല, ഒരു ദിവസം ഒരു അരമണിക്കൂർ അതിന് വേണ്ടി ചിലവാക്കിയാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടും. എനിക്ക് പച്ചമുളക്, പയർ, പാവൽ ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. പാവലൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞതുകൊണ്ടാണ് വിത്തെടുത്തത്. വിത്ത് ഞാൻ വാങ്ങിയാണ് നട്ടത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാവലിൽ നിന്ന് തന്നെ വിത്ത് നട്ടതുകൊണ്ട് കുഞ്ഞു പാവയ്ക്കാണ് കിട്ടിയത്. പക്ഷേ ഇത് വലിയ പാവയ്ക്കാണെന്ന് തോന്നുന്നു, വലിയ വിത്താണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.